അജിത്ത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ സിനിമയായി ഒരുങ്ങുന്ന വിടാമുയർച്ചി സംവിധാനം ചെയ്യുന്ന മകൾ തിരുമേനിയാണ്. ചിത്രം പൊങ്കൽ റിലീസായി ജനുവരി തിയേറ്ററിൽ എത്തുമെന്ന വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് റിലീസ് മാറ്റിവെച്ചതായി നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻ അറിയിച്ചു. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിടാമുയർച്ചിയുടെ സെൻസറിംഗ് പൂർത്തിയായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ചിത്രം ജനുവരി 23 തിയേറ്ററിൽ എത്തുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു. നിറയെ ആക്ഷനും ഒപ്പം ഇമോഷനുള്ള ഒരു പക്ക എന്റർടൈനർ ആകും ചിത്രമെന്നാണ് സൂചന ടീസർ നൽകുന്നത്. അജിത്തിന്റെ കഥാപാത്രം ആരെയോ തേടുന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്ന് സിനിമയുടെ ആദ്യ വിഷ്വലിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. മങ്കാത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനു ശേഷം അർജിത്ത്, അർജുൻ, ത്രിഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നാണ് വിടാമുയർച്ചിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മകൾ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ്, റെജിന കാൻഡ്ര, നിഖിൽ എന്നിവരും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനാണ് സിനിമ നിർമ്മിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്ര സംഗീതം ചിട്ടപ്പെടുത്തിയ ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്ന ഓം പ്രകാശും എഡിറ്റിംഗ് നിർവഹിക്കുന്ന AB ശ്രീകാന്തുമാണ്. വേതാളം എന്ന സിനിമയ്ക്ക് ശേഷം അനിരുദ്ധും അജിത് കുമാർ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. മിലൻ കലാസംവിധാനം നിർവഹിക്കുന്ന വിടാമുയർച്ചിക്ക് വേണ്ടി സംഘടന ഒരുക്കുന്ന സുപ്രീം സുന്ദറാണ്. വൻപന്ത് വകി ചിത്രത്തിന്റെ അവകാശം സൺ ടിവിയും OTT അവകാശം നെറ്റ്ഫ്ലിക്സും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സിന് ഏകദേശം 75 കോടി രൂപ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ.